എനിക്കുണ്ട് എന്ന വ്യാജേന ഞാൻ ഈ തലമുണ്ടിട്ട് നിങ്ങളുടെ മുമ്പിലിരുന്ന് അതിൻ്റെ പേരിൽ ദക്ഷിണ പിരിക്കുമ്പോൾ ആചാര്യൻ എഴുതിയതിൻ്റെ പേരിലാണ് ഞാൻ ഈ ദക്ഷിണ പിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഈ ആളുകളെല്ലാം ആചാര്യൻ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. മനസ്സിലായില്ല? ആചാര്യൻ പട്ടിണി കിടന്നായിരിക്കും ഇത് എഴുതിയത്. പിടികിട്ടിയില്ല? പക്ഷെ ഞാനാ ഇന്നത് പിരിക്കുന്നത്. ഇത്രയും സംവത്സരം കഴിഞ്ഞു ഞാനും അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പോലും എനിക്കറിയില്ല. ഞാൻ ഒരു പ്രാവശ്യം പോലും അദ്ദേഹത്തിൻ്റെ ഭാഷ്യം വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പഠിക്കാൻ എനിക്ക് ഇഷ്ടവും ഉണ്ടാവില്ല. പക്ഷെ അത് മാർക്കറ്റ് ചെയ്യാൻ മനസ്സിലായില്ല ഞാൻ സമർത്ഥനായിരിക്കും. ഇതുപോലെ തന്നെ ഒരു സമൂഹം രൂപാന്തരപ്പെടും. മനുഷ്യരിൽ ഓരോ വ്യക്തിയിലും കിടക്കുന്ന സംസ്കാരത്തെ പരിഗണിക്കാതെ ഒരാളുടെ സംസ്കാരം കൊണ്ടാണ് അയാൾ സേവനം ചെയ്യുന്നത്. പക്ഷെ ആ സംസ്കാരവുമായി പുലബന്ധമില്ലാത്ത ഒരുവനായിരിക്കും അത് മുതലെടുക്കുന്നത്. മനസ്സിലായില്ല? ഇതാണ് ചിത്തത്തിന്റെ പ്രശ്നം. ചിത്തം സംസ്കാരങ്ങളുടെ ആകരമാണ്. സമാനതകളില്ലാത്ത സംസ്കാരങ്ങളുടെ ആകരമാണ്. ആകരം എന്ന് പറഞ്ഞാൽ കടൽ. കടൽ. അതുകൊണ്ട് ചിത്തത്തിൽ ഇല്ലാത്ത സംസ്കാരങ്ങളില്ല. അനേകവിധ സംസ്കാരങ്ങളാണ്. അതിലേതാണ് പൊന്തി വരിക, ഏതാണ് ഏത് സമയത്ത് ജാജ്വല്യമാനമാവുക, ഏതാണ് ഉറങ്ങിക്കിടക്കുക, അത് സത്വരജസ് തമസ്സുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ രജസ്സുണ്ടെങ്കിൽ മാത്രമേ അത് പ്രവൃത്തിയാവൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വൃത്തികൾ സർവവൃത്തികളും അടങ്ങിയാൽ പരിണാമമില്ലാതായി. അങ്ങനെ പരിണാമമില്ലാതാകുമ്പോൾ ആണ് യോഗി നിർബീജ സമാധിയെ പ്രാപിക്കുന്നത്. അതായത് നിശേഷ നിരുദ്ധത്തിൽ പരിണാമമില്ല. ഇന്ദ്രിയങ്ങൾ വഴി ചിത്തത്തെ ബഹിർമുഖമാക്കാൻ പോകുന്ന ഒരു സംസ്കാരം സദാ ഉണ്ടായിക്കൊണ്ടിരിക്കും. യോഗിയാകട്ടെ അതിനെ നിരോധിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിരോധം തന്നെ പരിണാമിയായിത്തീരും. കാരണം നിരോധം കൊണ്ടാണ് ആ ബഹിർമുഖ പരിണാമത്തെ പരിണമിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. സർവപരിണാമങ്ങളും അസ്തമിക്കുമ്പോൾ നിർബീജമായി. അതിനെയാണ് നിർബീജ സമാധി എന്ന് പറയുന്നത്. ഒന്നിൻ്റെയും ബീജമുണ്ടാവില്ല. വൃത്തികൾ വ്യുത്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്തസമാധി നിർബീജത്തിനടുത്താണ്. അത് നിർബീജമല്ല. അതിനകത്ത് വൃത്തികളുണ്ട്. അപ്പം നിർവൃത്തിക നിർബീജ അസംപ്രജ്ഞാത സമാധി, അതിനെ ഏകാഗ്രത വിശേഷമെന്ന് മാനിക്കുന്നത് ശാസ്ത്രവിരുദ്ധമാണ്. അത് ഏകാഗ്രതയല്ല, നിരോധമാണ്. ഏകാഗ്രതയാവുമ്പോൾ ഒരു വിഷയമുണ്ട്. ഏകാഗ്രത ലഭിച്ചു. നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന കോൺസെൻട്രേഷനും ഏകാഗ്രതയും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. അതാണ് ഭാഷയിൽ വരുന്ന. അതായത് ഒന്നിൽ ഒരു വൃത്തിയിൽ മാത്രം നിൽക്കുന്നതാണ് ഏകാഗ്രത. നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയിലോ നിങ്ങൾ പഠിക്കുന്ന ഒരു പഠനത്തിലോ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വിചാരത്തിലോ അതിന് അനുഗുണങ്ങളായവ മാത്രമുള്ളവയെ അനുവദിച്ച്
മറ്റുള്ളവയെ ഒന്നും അനുവദിക്കാതെ നിൽക്കുന്നതിനാണ് നിങ്ങൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ എന്നറിയില്ല. അവിടെ ഒന്നിലധികം വൃത്തികളുടെ കൂട്ടിച്ചേരലുണ്ടാകാം കോൺസെൻട്രേഷനിൽ. അത് അനുസ്യൂതമായിരിക്കണമെന്നേ ഉള്ളൂ, അതിനനുഗുണമായിരിക്കണമെന്നേ ഉള്ളൂ. അതാണ് രണ്ടും തമ്മിലുള്ള അന്തരം. അതുകൊണ്ട് ഇംഗ്ലീഷ് പദങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ ഈ പോരായ്മയുണ്ട്. പക്ഷേ സമാന പദമായി കാണുന്നത്, ഏകാഗ്രതയുടെ സമാന പദമായി കാണുന്നത് കോൺസെൻട്രേഷനാണ്. ഒന്നിൽ ശ്രദ്ധ വയ്ക്കുന്നതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. മറ്റത് വൃത്തികളിൽ ഒന്നു മാത്രം, ഏകവൃത്തി തൈലധാര പോലെ പോകുന്നതാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഏത്? കോൺസെൻട്രേഷൻ ഇല്ല, വേറൊന്നില്ല. ശരിയാണ്. അപ്പോ അതുകൊണ്ട് ശാസ്ത്രമനുസരിച്ച്, യോഗശാസ്ത്രമനുസരിച്ച് നിർവൃത്തികവും നിർബീജവുമായ അസംപ്രജ്ഞാത സമാധിയെ ഏകാഗ്രതയായി പോലും അംഗീകരിക്കുന്നില്ല. ഏകാഗ്രത എന്നാൽ അവിടെ ചിത്തത്തിൻ്റെ ധ്യേയരൂപവൃത്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഏതിനെയാണോ ധ്യാനിക്കുന്നത് അതിൻ്റെ വൃത്തി തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കും. യോഗാനുഷ്ഠാനാത് അശുദ്ധി ക്ഷയേ ജ്ഞാനദീപ്തിർ ആവിവേകഖ്യാതേ. യോഗത്തിൻ്റെ വിവിധ അംഗങ്ങളെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് അശുദ്ധികൾ നശിച്ച്, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന 8 അംഗങ്ങളിൽ വിവിധങ്ങളായ അംഗങ്ങളെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് അശുദ്ധികളില്ലാതാവും. ചിത്തത്തിൻ്റെ അശുദ്ധികളാണ് വൃത്തികൾക്ക് കാരണം. ചിത്തത്തിൽ കടന്നുകൂടിയിരിക്കുന്ന മാലിന്യം. യഥാർത്ഥത്തിൽ യോഗം നിർദ്ദേശിക്കുന്ന സമാധി എന്ന് പറയുന്ന അനുഭവത്തെ യോഗം ക്രമമായി ശാസ്ത്രീയമായി അവതരിപ്പിച്ചിരിക്കുന്നതിന് മറ്റു വഴികൾ അതിലെ ചില അംഗങ്ങളിൽ നിന്നും, യമം എന്ന അംഗം, നിയമം എന്ന അംഗം, അതിനൊക്കെ ആനുപാതിക സമാധിയുണ്ട്. ആസനം എന്ന അംഗം, പ്രാണായാമം എന്ന അംഗം, പ്രത്യാഹാരം എന്ന അംഗം, ധാരണ എന്ന അംഗം. ഈ അംഗത്തിൽ ചിലതിനെ ചില ആചാര്യന്മാർ പിന്നീടെടുത്ത് അതിനെ വിപുലീകരിച്ച് അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ലോകത്ത് മതങ്ങളുണ്ടായിട്ടുള്ളത്, അനുഷ്ഠാന സമ്പ്രദായങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊന്നിലൂടെ അവർ പോകുമ്പോൾ ആ അനുഷ്ഠിച്ച വ്യക്തികളുടെ സംസ്കാരങ്ങൾ അസ്തമിക്കുകയും അശുദ്ധി മാറുകയും പൂർണ്ണപ്രജ്ഞരാവുകയും അവർ അസംപ്രജ്ഞാത സമാധിയെ പ്രാപിക്കുകയും ചെയ്തു എന്നതിൻ്റെ കഥ അവർ ഉത്തമന്മാരായതുകൊണ്ടും അഹൈതുക കൃപാനിധികളായതുകൊണ്ടും ജനങ്ങളോട് പറഞ്ഞു. താല്പര്യമുള്ള ചിലർ അവരുടെ ജീവിതവും അവരുടെ അനുഷ്ഠാനങ്ങളും ചെയ്യാൻ പറ്റാത്തവർക്ക് എന്നും ഔത്സുക്യമുള്ളതായിരിക്കും എന്ന് കണ്ട് വിൽപ്പനയാക്കിയതാണ് ലോകത്തിന്ന് കാണുന്ന എല്ലാ ഏർപ്പാടും. ലോകത്ത് നിങ്ങൾക്ക് ഔത്സുക്യമുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ്, നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ലാത്തതുമാണ്.
കാരണം ലാഘവമുള്ളതിനൊന്നും ആരാധന വരില്ല. മനസ്സിലായില്ല? അത്ഭുതങ്ങൾക്കും പ്രയാസമുള്ളതിനുമാണ് ആരാധന ഉണ്ടാകുക. ആരാധനാഭാവത്തിൽ ഒരിക്കലും ആരാധ്യമായതിലേക്ക് നിങ്ങൾ എത്തുകയില്ല. ഞാൻ എല്ലാത്തിനെയും ചേർത്താ പറഞ്ഞേ. ഇൻഡിവിജ്വലായിട്ട് ഒരെണ്ണത്തെ ദയവായി ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിഷമിക്കും, നിങ്ങളല്ല. ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ഒരെണ്ണം ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ആചാര്യന്മാരുണ്ടാവും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജാതി നേതാക്കന്മാരുണ്ടാവും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മത നേതാക്കന്മാരുണ്ടാവും. അവരെയൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് എന്നോട് ചോദിക്കരുത്. ഞാൻ ശാസ്ത്രം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവരെ ആരെയും എൻ്റെ സ്വപ്നത്തിൽ കൊണ്ടുവരുന്നില്ല ഇത് പഠിപ്പിക്കുമ്പോൾ. മനസ്സിലായി? അവരോടൊക്കെ എനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ട്, അതിനും തർക്കമൊന്നുമില്ല. അവരുടെ അനുഭവങ്ങളെയൊക്കെ ഞാൻ അംഗീകരിക്കുന്നുമുണ്ട്. പിന്നെ അത് കൈകാര്യം ചെയ്യുന്ന കച്ചവടക്കാരെ അവരെയും ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇത് ചിത്തവൃത്തിയാണ്. മനസ്സിലായി? ഞാൻ അതിനകത്ത് നിന്ന് പെട്ടാലും എൻ്റെ ചിത്തവൃത്തി അങ്ങനെയാണെങ്കിൽ സമർത്ഥമായി ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിനോടൊന്നും എതിരെനിക്കില്ല. മനസ്സിലായോ എന്നറിയില്ല. എൻ്റെ ചിത്തവൃത്തി അങ്ങനെയാണ് എങ്കിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ വരെ കഴിയുന്ന ഒരു ചിത്തവൃത്തിയാണ് ലോകത്തുള്ളത്. മനസ്സിലായില്ല? ഇങ്ങനെ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞ് മനസ്സിലായില്ല, ഇത് ഇങ്ങനെയാണെങ്കിൽ തന്നേക്കാൻ പറയാം. അതുകൊണ്ട് ചിത്തവൃത്തിയുടെ സാധ്യത വളരെ വലുതാണ്. ആ ചിത്തവൃത്തിയെ മാത്രം നോക്കിയാൽ മറ്റൊന്നിനെയും വിമർശിക്കാൻ ഇത് പഠിക്കണ്ട. പഠിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് തീർന്നു, വൃത്തി വേറൊന്നായി മാറി. മനസ്സിലായില്ല? അതിനായിട്ടിത് പഠിക്കണ്ട, പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതിലും വല്ലതും കിട്ടുമോ നമ്മുടെ ചിത്തവൃത്തിയെ ഒന്ന് പരിപോഷിപ്പിച്ചെടുത്ത് മറ്റവനിട്ടൊരെണ്ണം കൊടുക്കാൻ. അതിനല്ല ഇത് പഠിക്കണം. മനസ്സിലായോ എന്നറിയാം? സംശയം തീർന്നു? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഒരു ചോദ്യം ചോദിക്കരുത്. ജനറലായിട്ട് ഈ പഠിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ ചിത്തവൃത്തി വെച്ച് ഏത് ചോദ്യം ചോദിക്കുക. ഞാൻ പറഞ്ഞു തരുമ്പോൾ എൻ്റെ ചിത്തവൃത്തി വെച്ച് ചോദിക്കുക. നമ്മൾ രണ്ടു കൂട്ടരേ എവിടെയുള്ളൂ. പുറത്തുള്ളവരെ ബാക്കിയുള്ളവരെയൊക്കെ നമ്മുടെ ചിത്തവൃത്തിക്കകത്താണ് നമ്മൾ കാണുന്നത്. മനസ്സിലായില്ല? അത് നമ്മൾ തന്നെയാണ്, നമ്മളുടെ വൃത്തി തന്നെയാണ്. ഗോപാലനും രാമനും കൃഷ്ണനും എല്ലാം അത് നമ്മളുടെ വൃത്തിയാണെന്ന് ഓർത്തുകൊണ്ട് ചോദ്യം ചോദിച്ചാൽ മതി. അപ്പൊ പിന്നെ ആ പ്രശ്നം അവിടെ തീർന്നു. അതുകൊണ്ട് യോഗത്തിന്റെ വിവിധ അംഗങ്ങളെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഇതിലേത് അനുഷ്ഠിച്ചാലും അശുദ്ധി നശിക്കും. അതുകൊണ്ടാണ് യമത്തില് ഒരു ആനുപാതിക സമാധിയുണ്ട്, നിയമത്തില് ഒരു ആനുപാതിക സമാധിയുണ്ട്. ആസനത്തില് കുറച്ചു ദിവസം സുഖമായിരിക്കാൻ ശീലിച്ചാൽ പിന്നെ നിങ്ങളുടെ ശരീരം അങ്ങനെയേ ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സുഖം. സ്ഥിരമായും സുഖമായും ഇരിക്കുന്നതാണ് ആസനം. അതെങ്ങനെ ശരീരം സ്ഥിരമായി സുഖമായി ഇരിക്കുന്നു, അതൊരു ശീലമാക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ മാത്രമേ പിന്നെ ഇരിക്കാൻ പറ്റൂ. ആ പോസ്ചർ അല്ലാതെ വേറൊരു പോസ്ചറിൽ നിങ്ങൾ എവിടെ പോയാലും ഇരിക്കില്ല. നിങ്ങൾ ആദ്യം അന്വേഷിക്കുന്നത് ആ പോസ്ചറിൽ ഇരിക്കാനുള്ള സൗകര്യം അവിടെ എവിടെ കിട്ടുമെന്നാണ്. അത് ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ രക്തോട്ടവും ബാക്കി കാര്യങ്ങളും എല്ലാം ക്രമമായിരിക്കും. നിങ്ങളുടെ ചിന്തകൾ അപ്പോൾ ക്രമമായിരിക്കും. അതുകൊണ്ടൊരു ആനുപാതിക സമാധി അതിൽ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രാണായാമ പ്രക്രിയ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രാണലയം വരും. അപ്പോൾ ഉണ്ടാകുന്ന വൃത്തികൾക്ക് ആഹാരം കിട്ടാതെ വരും.
കാരണം ഏത് വൃത്തി നിലനിൽക്കണമെങ്കിലും ചിത്തത്തിന് ജീവൻ ലഭിക്കണം. ചിത്തത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് പ്രാണനിൽ നിന്നാണ്. അപ്പോൾ ആ പ്രാണനെ, അതുകൊണ്ടാണ് പഴയ ആളുകൾ ബാഹ്യവും ആഭ്യന്തരവുമായ ശുചിത്വത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. താൻ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ അല്ലാതെ ഗവൺമെൻറ്റിന് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയോ അല്ല ശുചിത്വം പാലിച്ചത്. കുടിക്കുന്ന ജലം, കഴിക്കുന്ന ആഹാരം, ശ്വസിക്കുന്ന വായു, ഇവയൊക്കെ ശുദ്ധമാക്കി വെക്കണമെന്ന് ഇന്ത്യക്കാർ പഠിച്ചത് ഇതുപോലുള്ള സങ്കേതങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് പഴയ വിദേശ സഞ്ചാരികളായ ആളുകൾ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യ ശുചിത്വത്തിൽ ഒന്നാമത്തെ രാജ്യമായി നിലനിന്നത് ഇത് പഠിച്ചത് അവനവൻ്റെ ആവശ്യത്തിനാണ്. കാരണം എൻ്റെ ചിത്തവൃത്തികൾ നന്നായിരിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. മുഴുവൻ പണികളും പണിക്കാരെ ഏൽപ്പിച്ചു. അവർക്ക് വൃത്തിയാക്കാൻ കിട്ടുന്ന പൈസയ്ക്കാണ് അവർ വൃത്തിയാക്കുന്നത്. അപ്പോൾ എല്ലാം വൃത്തിയാക്കൂല. അപ്പോൾ മാലിന്യങ്ങളുടെ കൂമ്പാരത്തിൽ ഞാൻ ജീവിക്കേണ്ടി വരും. മാലിന്യമുള്ള ആഹാരം കഴിക്കേണ്ടി വരും. ആ ആഹാരങ്ങൾ ഓരോന്നും ചെല്ലുമ്പോൾ അതിൻ്റെ ജാതി, നിമിത്തം, ആശ്രയം തുടങ്ങിയ ദോഷങ്ങൾ എൻ്റെ ചിത്തത്തിൻ്റെ വൃത്തികളെ ബാധിക്കും. അപ്പം അതുകൊണ്ടാണ് ബാഹ്യവും ആഭ്യന്തരവുമായ ശുചിത്വം ഇന്ത്യയിൽ ഏറി നിന്നത്. ഇതിൻ്റെ അടിസ്ഥാനം ചിത്തവൃത്തി മാലിന്യമില്ലാതിരിക്കുക. ആദ്യം വൃത്തിയിൽ നിന്ന് മാലിന്യം പോവുക. ആ അശുദ്ധികൾ നശിക്കുമ്പോഴാണ് വിവേകഖ്യാതി വരെയുള്ള ജ്ഞാനം പ്രകാശിക്കുന്നത്. ഒരുവന്റെ ജ്ഞാനം വിവേകപൂർവകമാകുന്നത് മാലിന്യം പോകുമ്പോഴാണ്, ചിത്തമാലിന്യം പോകുമ്പോഴാണ്. ചിത്തമാലിന്യമുണ്ടെങ്കിൽ വിവേകമുണ്ടാവില്ല. വിവേകമില്ലാതെ വാക്ക്, മനസ്സ്, പ്രവൃത്തി എന്നിവയാണ് ഒരുവന്റെ ഏറ്റവും വലിയ പരാജയം. നിങ്ങൾ എന്തു പഠിച്ചു എന്നുള്ളതല്ല, എന്ത് നേടി എന്നുള്ളതല്ല, എന്ത് സമ്പാദിച്ചു എന്നുള്ളതല്ല. നിങ്ങളുടെ സ്വസ്ഥത എന്നത് നിങ്ങളുടെ വിവേകത്തോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആ വിവേകഖ്യാതി വരെയുള്ള ജ്ഞാനം ദേഹത്തിനോ ഇന്ദ്രിയത്തിനോ മനസ്സിനോ വിവേകം വന്നു കഴിയുമ്പോൾ വരുന്ന യമം, നിഗ്രഹം, ദേഹേന്ദ്രിയ മനോനിഗ്രഹം, അതാണ് യോഗി ആദ്യം സമ്പാദിക്കുന്നത്. തൻ്റെ ദേഹബോധം. ദേഹബോധത്തിൽ ഒരുപാട് പുരുഷാപരാധങ്ങളുണ്ട്. ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ജാതി, മതം, ഇന്നയാളുടെ മകനാണ് ഞാൻ, ഇന്ന സമുദായത്തിലാണ് ജനിച്ചിരിക്കുന്നത്, ഇന്ന ജോലിയാണ് ചെയ്യുന്നത്. ആ പുരുഷാപരാധങ്ങളെല്ലാം ദേഹത്തോട് ബന്ധപ്പെട്ടതാണ്. എനിക്ക് ഇന്നതൊക്കെ കണ്ടറിയാം, എന്നതൊക്കെ കേട്ടറിയാം, അതൊക്കെ ഇന്ദ്രിയത്തോട് ബന്ധപ്പെട്ടതാണ്. എൻ്റെ സങ്കല്പങ്ങളാണ്, എൻ്റെ വികല്പങ്ങളാണ് കൃത്യമായുള്ളത്. ഞാൻ അങ്ങനെ സങ്കല്പിച്ചു, അത് നടന്നു, അതെല്ലാം മനസ്സിനോട് ബന്ധപ്പെട്ടതാണ്. അപ്പം ദേഹേന്ദ്രിയ മനോഭാവങ്ങളിൽ അനേക വിധത്തിലുള്ള പുരുഷാപരാധങ്ങൾ കിടപ്പുണ്ട്. അന്യരുടേതാണെങ്കിൽ നമുക്ക് കൃത്യമായി കാണാം. മനസ്സിലായില്ല? വേറെ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ വൃത്തികളിങ്ങനെ പൊന്തുന്നതും വളരുന്നതും നമുക്ക് കാണാം. അയാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടിയിരുന്ന അയാളുടെ കുറ്റവും പറയാം. മനസ്സിലായില്ല? പക്ഷെ നമ്മളുടേത് നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല. അതിലേറ്റവും വിചിത്രമായ ഒന്ന്,
നമ്മൾ ആരെങ്കിലും 2 പേർ മൂന്നാമതൊരുത്തൻ വന്നു പോയി കഴിഞ്ഞ് അവൻ്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് വേറെ ഒരാൾ വന്ന് ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ 2 പേരിൽ ഒരാളെ ഏറ്റ് പോകുമ്പോൾ അയാളുടെ കുറ്റം ഈ തമ്മിൽ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിത്തവൃത്തികളെ നമുക്ക് കാണാവുന്ന തരത്തിൽ നമ്മൾ അനുമിച്ച് സംസ്കാരമായി കയറി വന്ന് അതിനെ അപഗ്രഥിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ നമ്മുടെ വൃത്തികളെ അപഗ്രഥിക്കുന്നില്ല. യോഗി ചെയ്യുന്നത് സ്വന്തം വൃത്തികളെ കാണുകയാണ്. തിരുത്തലെല്ലാം നടക്കുന്ന അയാളിലാണ്. അയാളിൽ തിരുത്തൽ നടന്ന് അയാൾ ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ അയാളുടെ സങ്കല്പം നിരോധ പരിണാമപൂർവകമായ ചിത്തം അയാളിൽ സംജാതമാകുമ്പോഴാണ് ചുറ്റുപാടും മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ളവർ രാജാക്കന്മാരോ അങ്ങനെയുള്ളവർ ആധ്യാത്മിക ആചാര്യന്മാരോ ഒക്കെയായി വരുമ്പോഴാണ് ലോകത്ത് പരിണാമം സംഭവിക്കുന്നത്. അല്ല, ലോകമെല്ലാം കൂടി ഒരു പരിണാമമേ ഇല്ല. അപ്പൊ യോഗത്തിന്റെ വിവിധ അംഗങ്ങളെ അനുഷ്ഠിക്കുന്നുണ്ട്. അതിലേതംഗമെടുത്തും അനുഷ്ഠിക്കാം. അതിൽ വിവേകഖ്യാതി എന്നാൽ പ്രകൃതി പുരുഷ സ്വരൂപ സാക്ഷാത്കാരം. അതിനെയാണ് വിവേകഖ്യാതി എന്ന് പറഞ്ഞത്. പ്രകൃതി പുരുഷ സ്വരൂപ സാക്ഷാത്കാരം. യോഗശാസ്ത്രത്തിൽ വിവേകഖ്യാതി എന്ന് പറയുന്നത് വേദാന്തത്തിൽ പറയുന്ന വിവേകത്തിന്റെ അർത്ഥമല്ല. ഇഹ അമുത്ര ഫലഭോഗ വിരാഗത നിത്യ അനിത്യ വസ്തു വിവേക പരിഗണ്യതേ. നിത്യ അനിത്യ വസ്തു വിവേകം എന്ന് പറയുന്ന ഒരർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരല്പം വ്യത്യാസം. പ്രകൃതി പുരുഷ സ്വരൂപ സാക്ഷാത്കാരം. പ്രകൃതി എന്ത്, പുരുഷനെന്ത്, രണ്ടിൻ്റെയും സ്വരൂപം എന്താണ് എന്ന സാക്ഷാത്കാരമാണ് വിവേകഖ്യാതി. അത് മനസ്സിലാകുന്നതിനെയാണ് ജ്ഞാനദീപ്തി എന്ന് പറയുന്നത്. അതുണ്ടാകുമ്പോൾ അയാളിൽ ഒരു പ്രകാശമുണ്ടാവും. ജ്ഞാനത്തിൻ്റെ പ്രകാശാതിശയം അപ്പോഴുണ്ടാവും. വാചസ്പതി മിശ്രൻ അങ്ങനെയാണ് അതിനെ വർണ്ണിക്കുന്നത്. അതാണ് വിവേകഖ്യാതി. ഏത്? ജ്ഞാനദീപ്തി. സംപ്രജ്ഞാത യോഗം ചിത്തത്തിൻ്റെ ധ്യേയാതിരിക്ത വൃത്തികളെ ബന്ധിച്ച് ധ്യേയത്തിന് അതിരിക്തങ്ങളായ, ധ്യാനത്തിന് അതിരിക്തങ്ങളായ വൃത്തികളെ പ്രതിബന്ധിച്ച് ധ്യേയാകാരാവസ്ഥിതി വഴി ജ്ഞാനത്തിന് കാരണമാണ്. ഈ തഥ്യയെ സമാധിപാദം 41-ാം സൂത്രത്തിൽ പറയുന്നുണ്ട് സൂത്രകാരൻ. ക്ഷീണവൃത്തേരഭിജാതസ്യേവ മണേർ ഗ്രഹീതൃ ഗ്രഹണഗ്രാഹ്യേഷു തദഞ്ജനതാ സമാപത്തി. 40-ാം സൂത്രത്തിൽ വീണ്ടും പറയുന്നുണ്ട്, പരമാണു പരമമഹത്വാന്തോ അസ്യ വശീകാരഃ. യോഗി എങ്ങനെയാണ് ഏകാഗ്രത ശീലിക്കുന്ന യോഗിക്ക് പരമാണു മുതൽ അനന്തം വരെയുള്ള വസ്തുക്കളിൽ സ്വാധീനമുണ്ടാവും. വശീകാര സംജ്ഞ. അതാണ് യോഗം തരുന്ന അനുഭവ പാഠങ്ങളിൽ ഏറ്റവും വലുത്. അങ്ങനെ ആ എല്ലാത്തിനെയും വശമാക്കാൻ, എല്ലാത്തിനെയും വശീകരിക്കാൻ പരമാണു പരമ മഹത്വാന്തോ അസ്യ വശീകാരഃ. ആ വശീകാരയോഗ്യനായാൽ
ഏകാഗ്രത ശീലിക്കുന്ന യോഗി പരമാണു മുതൽ അനന്തം വരെയുള്ള വസ്തുക്കളിൽ സ്വാധീനം നേടും എന്ന് പറഞ്ഞിട്ട് ആ വൃത്തികൾ ക്ഷീണിച്ച നിരുദ്ധമായ യോഗിയുടെ ചിത്തത്തിന് ധ്യാന വൈരാഗ്യാദികൾ കൊണ്ട് മലങ്ങൾ, മലം എന്നിവിടെ പറയുന്നത് രാജസ താമസ പ്രമാണ വൃത്തികൾ, രാജസങ്ങളും താമസങ്ങളുമായ പ്രമാണവൃത്തികൾ ഒഴിഞ്ഞ്, അതാണ് മലം. മലം എന്ന് പറയുന്നത് ഇവിടെ രാജസങ്ങളും താമസങ്ങളുമായ വൃത്തികളെയാണ് പറയുന്നത്, അല്ലാതെ ചില കർമ്മങ്ങളെ മാത്രമല്ല. നമ്മൾ ഉത്തമമെന്ന് വിചാരിക്കുന്നവയും രാജസ താമസങ്ങളാണ് യോഗശാസ്ത്രത്തിൽ. അതുകൊണ്ടാണ് ഞാനൊരു വ്യാഖ്യാനം മുമ്പ് തന്നത്. ആരെയെങ്കിലും സഹായിക്കുന്നു എന്നൊക്കെ ഉള്ളതിൽ അഭിമാനിക്കുന്നു. അത് രാജസ താമസ വൃത്തികളുടെ സങ്കേതമാണ്. അത് കുറച്ച് ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അത് ചെയ്യാതിരിക്കാൻ പറ്റാതാവും. അതാണ് ചിത്തത്തിൻ്റെ സംസ്കാരം. ചെയ്യാതിരിക്കാൻ പറ്റാതായാൽ നിങ്ങൾക്കുള്ള ക്ലയന്റിനെ നിങ്ങൾ സൃഷ്ടിക്കും. എന്താ? ഞാൻ പറ്റില്ലെന്ന് എങ്ങനെയാ പറയാ? പറ്റുമെന്ന് എങ്ങനെയാ ഞാൻ പറയാ? അതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാല് പറ്റുമെന്നും പറ്റില്ലെന്നും ഞാൻ എങ്ങനെയാണ് പറയുക? കാരണം അത് ആ ചെയ്യുന്ന ആളിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ജനറലി പൊതുവെ നമ്മൾ പറയുന്നത് പൊതുവേ ഉള്ള കാര്യമാണ്. എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരാളോ രണ്ടുപേരോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചർച്ചയിൽ വിഷയമല്ല. കാരണം അത് എക്സെപ്ഷനാണ്. പൊതുവെ ചിത്തത്തിൻ്റെ പ്രത്യേകത ഒന്ന് ചെയ്താൽ അത് ശീലമാകും. ചിത്തത്തിൽ ശീലമായാൽ അതില്ലാതെ പറ്റുകയില്ല. വക്കീൽ എല്ലാ ദിവസവും വാദിക്കുന്നു, 1,00,000 രൂപ മണിക്കൂറിന് സമ്പാദിക്കുന്നു. അപ്പോൾ ഒരു ദിവസം വക്കീലൊന്ന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വക്കീൽ ആനന്ദിക്കുകയല്ല ചെയ്യുന്നത്, അസ്വസ്ഥനാകുകയാണ്. മനസ്സിലായില്ല? ചിത്തം സമ്മതിക്കില്ല. അപ്പം വക്കീലൊരു കാര്യം ചെയ്യും, മുമ്പ് സമ്പാദിച്ചതിൽ നിന്ന് 10 രൂപ കൊടുത്തിട്ട് പറയും, കൊണ്ടുപോയി 2 വണ്ടി ഇടിച്ചോടാ, എനിക്ക് 2 കേസ് കിട്ടട്ടെന്ന് പറയും. മനസ്സിലായില്ല? അപ്പം ക്ലയന്റിനെ വക്കീൽ സൃഷ്ടിക്കും. ഇല്ലെങ്കിൽ അയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നാണ് ഈ ചിത്തം. വാസനാക്ഷയം വരുന്നത് നിങ്ങൾ യോഗത്തിൻ്റെ ഈ സാധനകൾ ചെയ്യുമ്പോൾ നിങ്ങൾ പിൻവലിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സംസ്കാരം നിരോധ സംസ്കാരമായി വരും. അത് നമ്മൾ നേരത്തെ എടുത്തതാണ്. നിരോധ സംസ്കാരം വരുമ്പോൾ മാത്രമാണ് ഈ സംഭവം. അങ്ങനെ ചെയ്തുകൊണ്ടല്ലല്ലോ ഈ പണികൾ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായില്ല? കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഉള്ള കർമ്മം തീരുക, ഇനി പുതിയ കർമ്മങ്ങൾ വരാതിരിക്കുക എന്ന് വരണമെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടുന്നതായ തലത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടാവണമല്ലോ. അത് ചെയ്യുന്നില്ലല്ലോ. ചിത്തവൃത്തികളെ നിരോധിക്കുന്ന ഒന്നും ചെയ്യാതെ നിങ്ങൾ കർമ്മത്തിൽ നിന്ന് കർമ്മത്തിലേക്ക് പോകുമ്പോൾ തമസ്സും രജസ്സും കൂടിക്കലർന്ന് നിങ്ങളിൽ ക്ഷിപ്തവിക്ഷിപ്താദികൾ ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും കർമ്മ തുടർച്ചയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ചിത്തത്തിൻ്റെ ഈ ശീലം നിങ്ങൾക്ക് അപകടകരമാം വിധം പോകുന്നത്. ഞാനിപ്പോൾ 100 അനാഥരെ എടുത്ത് ഒരു അനാഥാലയം ഇവിടെ തുടങ്ങി. മനസ്സിലായി? നിങ്ങളൊക്കെ എന്നെ പ്രശംസിച്ചു. 100 അനാഥരാണ് ഇപ്പോൾ എൻ്റെ അനാഥാലയത്തിൽ താമസിക്കുന്നത്. 100 അനാഥർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണം. മനസ്സിലായി? 100 അനാഥർക്ക് താമസ സൗകര്യം കൊടുക്കണം. 100 അനാഥരെ കുളിപ്പിക്കാനും 100 അനാഥരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള അധ്യാപകർ, ഇതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തു. 10 വർഷം കൊണ്ട് ഈ 100 അനാഥർ 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 10ാം ക്ലാസ് വരെയായി. ഇത് കഴിഞ്ഞ് ഇവരെ അങ്ങ് പറഞ്ഞു വിടുമ്പോൾ ഈ 1ാം ക്ലാസ്സിൽ ഉള്ള അധ്യാപകന് 2ാം ക്ലാസ്സിലുള്ള അധ്യാപകൻ പുതിയത് വരുമ്പോൾ 1ാം ക്ലാസ്സിലെ അധ്യാപകൻ ഒരു കൊല്ലം ഞാൻ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിന് വീട്ടിൽ പൊക്കോളാമെന്ന് പറയുമോ?
മനസ്സിലായില്ല. അപ്പൊ പിന്നെ അപ്പൊ ഞാൻ ഈ 1